ഹലോ, നമുക്കിന്ന് സോയ കൊണ്ടാട്ടം ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സോയ കൊണ്ടാട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സോയാബീൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 200 ഗ്രാം സോയാബീൻ എടുത്തിട്ടുണ്ട്. അതിനെ നന്നായി ചൂടുവെള്ളത്തിലിട്ട് വെച്ചു ഒരു 2 hours. എന്നിട്ട് നന്നായിട്ട് ഒരു 4-5 times അത് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്മെല്ലും പിന്നെ ആ ഒരു പത വരില്ലേ, അതെല്ലാം ഒന്ന് പോയി കിട്ടും കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനി ഈ സോയനെ ഒരു 20 to 30 minutes നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വെച്ചാലും മതി കേട്ടോ. പിന്നെ ഈ മാരിനേഷന് വേണ്ട എന്തൊക്കെയാണെന്ന് കാണിക്കട്ടെ, ഞാൻ നോക്കിക്കോളൂ. ഇപ്പം നമ്മൾ നല്ലൊരു ബൗളെടുത്തു. അതിനകത്ത് നമ്മളിടാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ കുറച്ചുകൂടി ഇടാം അല്ലേ. ഒരു 1 ടേബിൾ സ്പൂൺ ഇട്ടു. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാട്ടോ ഇടുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇടാൻ പോവുകയാണേ. ഓക്കെ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. അതിന് ശേഷം നമുക്ക് വേണ്ടത്ര ഉപ്പിടാം. ഉപ്പ് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ, ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, ഒരു 2 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗറാട്ടോ. ആപ്പിൾ സിഡർ വിനീഗറാണ് ഒഴിക്കുന്നത്. ഈ ആപ്പിൾ സിഡർ വിനീഗർ വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് നമ്മുടെ ലൈം ജ്യൂസോ സാദാ വിനീഗറോ യൂസ് ചെയ്യാം കേട്ടോ. ആപ്പിൾ സിഡർ വിനീഗർ പിന്നെ നല്ലതാവും കൊണ്ട് കുക്കിങ്ങിന് ഞാൻ അതാണ് യൂസ് ചെയ്യാറ്, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സോയാബീൻ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പോവാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഈ സോയാബീൻ എടുത്ത് മുട്ടിക്കുക. കൈ യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മൾ കൈ കൊണ്ട് ഇത് നന്നായി മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിലോട്ട് നന്നായി പിടിക്കുകയുള്ളൂ. നന്നായി പ്രസ് ചെയ്ത് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ആക്ച്വലി ഒരു വെജ് സ്റ്റാർട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാം, നല്ലതായിരിക്കും. കാരണം നോൺ വെജ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പം വെജിറ്റേറിയൻസിന് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഞാനിത് മിക്സ് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിന് ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, സീ യു ആഫ്റ്റർ 20 minutes. ഇനി നമ്മൾ നെക്സ്റ്റ് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ, ഈ സോയാബീൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കണം. അതിനുവേണ്ടി ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചൂടാവണേലെ ഒരു 4 കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ആ ഒരു ഫ്ലേവർ ആ സോയാബീൻ ഫ്രൈയിൽ വരും. അതാ, അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ പൊട്ടിപ്പോകുന്ന സൗണ്ട് കേട്ടില്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ 2 batch ഇടാം കേട്ടോ. ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് നമ്മൾ 2 batch ഇട്ടിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. മതിയെന്ന് തോന്നുന്നൂല്ലേ. നെക്സ്റ്റ് അടുത്ത ബാച്ചിലിടാം കേട്ടോ. നന്നായിട്ട് അത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നന്നായി കുറച്ചുകൂടി ഫ്രൈ ആവട്ടെ. എന്നിട്ട് നമുക്കെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഒന്നില്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ അല്ലെങ്കിൽ സ്ട്രെയിനറിൽ എന്തെങ്കിലും ഒന്നിൽ നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മുടെ സെക്കൻഡ് റൗണ്ട് ഇടാം കേട്ടോ. ഇതൊന്നുകൂടെ ആവട്ടെ, എന്നിട്ട് എടുക്കാം. ഇതെല്ലാം വറുത്തെടുത്തു. നമുക്ക് ഐദർ ഇതേ ചീനച്ചട്ടി തന്നെ യൂസ് ചെയ്യാം. ഞാനത് എണ്ണയൊക്കെ ബാക്കി മാറ്റി കേട്ടോ.
എന്നിട്ട് ഇതന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ നമുക്കിത് മാറ്റിയിട്ട് പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് സാധാരണ എണ്ണ ഒഴിക്കാം വേറെ പാത്രം. പിന്നെ ഇത് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്തായാലും ഇത് ഡ്രൈ ആയിട്ട് എടുക്കണ്ടേ. പിന്നെ അതിനകത്തേക്ക് ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയാണ് ഫസ്റ്റായിട്ട് ഇടാൻ പോകുന്നത്. കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുകയാണ് കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ സവാള ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് 4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ എരിവിന് പാകമായിട്ട് ഇടാം കേട്ടോ. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച്. ഓക്കെ, അത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൽ കുറച്ചുകൂടി ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ അത് ഇത്രയും ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാത്തതാട്ടോ. ഓയിൽ കുറച്ച് മതിയായിട്ട്. ഓക്കെ, ഞാൻ ഇതിനകത്ത് 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. നല്ല ചെറിയ 2 സവാള, പിന്നെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നന്നായി വഴണ്ടി വരും. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കേട്ടോ. ഓക്കെ, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇനി നമ്മൾ നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് കാശ്മീരി ചില്ലി. അതും കുറച്ച് ചേർക്കാം കേട്ടോ. നമുക്ക് ഒരു 1 ടേബിൾ സ്പൂൺ. ഓക്കെ, ജസ്റ്റ് ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടി മാത്രം. ഇപ്പം നന്നായിട്ട് തീ കുറച്ച് വയ്ക്കണേ. ഓൾറെഡി ഉരുളി ചൂടായതുകൊണ്ട് പെട്ടെന്നാവും. ഇനി ഇതിലേക്ക് നമ്മളിടാൻ പോകുന്നതാണ് മല്ലിപ്പൊടി. ഒരു 1 വേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മളൊരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല. കുറച്ചിട്ടാൽ മതി, നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയതാവുന്നുണ്ട്. കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് മൂത്ത് വരട്ടെ. മസാല കരിയാതെ നോക്കണേ. നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നതാണ് ടൊമാറ്റോ കെച്ചപ്പ്. ഓക്കെ, നന്നായി മൂത്തതിന് ശേഷം വേണം ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് ആഡ് ചെയ്യാം. ഒരു 3 ടേബിൾ സ്പൂൺ. ഓക്കെ, അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാക്കാം. ടൊമാറ്റോ കെച്ചപ്പൊക്കെ നന്നായി വാടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളക്കട്ടെ. കുറച്ച് നമുക്ക് തീ കൂട്ടി വെച്ച് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളയ്ക്കാൻ വിടാം കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് ആയില്ലേ? ഇത് നന്നായിട്ടൊന്ന് ബോയിലാവട്ടെ. ബോയിലായതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സോയാബീൻ ഇടണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ബോയിലാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. ഇനി സോയ ആഡ് ചെയ്തിട്ട് സോയ നന്നായി മിക്സ് ചെയ്ത് ഡ്രൈ ആവണ വരെ നമ്മളിത് അങ്ങനെ
ഇടാം. ഓക്കെ, ഇനി അത് ഡ്രൈ ആയി വരട്ടെ കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യണം. ഇടിച്ച മുളക് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചതച്ചെടുക്കുക കേട്ടോ. ഇപ്പം കണ്ടോ, ഇപ്പം അത് അങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട്. ഈ ഡ്രൈ ആയി വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യണമെന്ന്. നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് സ്പൈസി റെസിപ്പിയാണ്. അപ്പോൾ സ്പൈസ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം ഈ ഇടിച്ച മുളകും പച്ചമുളകും ഈ കറിവേപ്പിലയും സോയ ചങ്ക്സും എല്ലാം കൂടി കൂടുമ്പോഴാണ് അതിനൊരു ഫ്ലേവർ വരും. നല്ല ടേസ്റ്റാണ്. പറഞ്ഞില്ലേ, വെജിറ്റേറിയൻസിനൊക്കെ നല്ലൊരു സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇതൊന്നും കൂടി ഡ്രൈ ആയിക്കോട്ടെ. ഡ്രൈ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഡ്രൈ ആവട്ടെ കേട്ടോ. സമയത്ത് ഞാനൊരു 4 ഡ്രൈ ചില്ലി കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനി ഇതിൽ കിടന്നങ്ങനെ ഫ്രൈ ആയി വരുമ്പം നല്ല ക്രിസ്പി ആയി കിട്ടും. ഓക്കെ, അപ്പം അതുകൂടി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ സോയ ചങ്ക്സിൻ്റെ ഫൈനൽ ലുക്ക്, സോയ കൊണ്ടാട്ടം. ഇത് കുറച്ചുകൂടി കളർഫുൾ ആക്കാം നമുക്ക്. എങ്ങനെയാണെന്ന് വെച്ചാൽ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കളർഫുൾ ആവും. ഞാൻ പിന്നെ ആഡ് ചെയ്തില്ല, കാരണം നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഉണ്ണികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കളർ ആഡ് ചെയ്തില്ല. അപ്പോൾ കളർ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവും കാണാൻ കേട്ടോ. അപ്പോൾ സോയ കൊണ്ടാട്ടം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളി റെസിപ്പിയാണ്. സ്പൈസി ആയിട്ട് കഴിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ, see you soon.